പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നന്മയുടെ നല്ല ദിവസം. ഇന്ന് ദുഃഖ ശനിയാഴ്ചയാണ്. ഇന്ന് ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം, പ്രൊട്ടസ്റ്റന്റ് സഭയെ ഞാൻ അതിനകത്ത് ചേർക്കുന്നില്ല. വിശ്വാസത്തിൽ അവരും ക്രൈസ്തവരാണ്. ഇന്ന് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണോ പ്രാർത്ഥിക്കേണ്ടായോ എന്നുള്ള ഒരു വിഷയത്തിൽ ക്രൈസ്തവ സഭയ്ക്കകത്ത് തന്നെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട്. അതിൻ്റെ ഒരു ചർച്ചയ്ക്കല്ല ഞാനിപ്പോൾ വന്നത്. ഇന്ന് കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം, ഇതര സഹോദരി സഭകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മുടെ മരിച്ചവർക്ക്, പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മളെല്ലാം പൂർവികരുടെ സ്വത്ത് അനുഭവിക്കുന്നവരാണ്. നമ്മൾ വാങ്ങിച്ചത് ആണെങ്കിൽ പോലും നമ്മുടെ ശരീരത്തിൻ്റെ അംശം പൂർവികരുടെ അംശമാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമ്മൾ പഠിക്കുന്ന സയൻസ്, നമ്മൾ പഠിക്കുന്ന കണക്ക്, തത്വശാസ്ത്രം, ഭൗമിക ശാസ്ത്രം, ഇതെല്ലാം കണ്ടുപിടിച്ചവരെല്ലാം മരിച്ചുപോയിട്ടുണ്ട്. മരിച്ചുപോയവരുടെ സൈദ്ധാന്തിക തിയറി അല്ലെങ്കിൽ സൈദ്ധാന്തിക പഠനങ്ങളാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അത് ന്യൂട്ടനാണെങ്കിലും കെപ്ലറാണെങ്കിലും ഐൻസ്റ്റീൻ ആണെങ്കിലും അരിസ്റ്റോട്ടിൽ, സോക്രട്ടീസ്, പൈതഗോറസ്, ഇങ്ങനെ നീണ്ട നിര, ഇവരെല്ലാം മരിച്ചുപോയവരാണ്. അപ്പോൾ നമ്മുടെ എൻ്റെ സ്വരം കേൾക്കുന്ന എല്ലാവരുടെയും വീട്ടിൽ മരിച്ചുപോയവരുടെ ഏതെങ്കിലും പുസ്തകങ്ങളില്ല എന്ന് പറയാനൊക്കില്ല. മരിച്ചുപോയവരുടെ ഏതെങ്കിലും സൈദ്ധാന്തിക വശം കൊണ്ട് ജീവിക്കാത്ത ഒരു മനുഷ്യനും ഭൂമിയിലില്ല. എല്ലാവരും റോഡ് നിങ്ങളിന്ന് ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം മരിച്ചു പോയിട്ടുണ്ട്. ഫോൺ കണ്ടുപിടിച്ചിട്ടുണ്ട്. സൈക്കിള് അത് ഉപയോഗിക്കുന്നുണ്ടോ? കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ മരിച്ചു പോയിട്ടുണ്ട്. മോട്ടോർ സൈക്കിള് അതും മരിച്ചുപോയി. കാറ് അതും കണ്ടുപിടിച്ചാൽ മരിച്ചുപോയി. അപ്പോൾ മരിക്കാത്തവരുടെ സാന്നിധ്യം ഇല്ലാത്ത ഒരു ഭവനവും ഇല്ല എന്നുള്ളത് അസന്നിഗ്ധമായിട്ട് നമുക്ക് പറയാം. മനുഷ്യനെ 3-4 കാറ്റഗറി ആയിട്ട് തിരിക്കും. ജനനേന്ദ്രിയത്തിന് വേണ്ടി ജീവിക്കുന്നവൻ, വയറിന് വേണ്ടി ജീവിക്കുന്നവൻ, ഹൃദയത്തിന് വേണ്ടി ജീവിക്കുന്നവൻ, തൊണ്ടയ്ക്ക് വേണ്ടി ജീവിക്കുന്നവൻ, തലയ്ക്ക് വേണ്ടി ജീവിക്കുന്നവൻ. ഇതിൽ പലതരത്തിലുള്ള മരണമുണ്ട്. അപ്പോൾ ജനനേന്ദ്രിയത്തിൽ മരിക്കുന്നവൻ അവൻ അതിൻ്റെതായ ഒരു തലത്തിലാണ് നിൽക്കുന്നത്. ഉദരം, ഹൃദയം, തൊണ്ട, ശിരസ്, ഇതിൽ ചിലരൊക്കെ മരിച്ചു കിടക്കുമ്പം പുഞ്ചിരിച്ചുകൊണ്ട് കിടക്കുന്നതാണ്. ചിലരൊക്കെ വളരെ സീരിയസ് ആയിട്ട്, മരിക്കുമ്പോഴും സീരിയസ് ആയിട്ട് കിടക്കുന്ന മനുഷ്യരുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല. അത് വലിയ നീണ്ട വിഷയങ്ങളാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. അപ്പോൾ അവർ ചെയ്തിട്ടുള്ള നന്മകളുടെ വശം നമ്മൾ കൈപ്പറ്റുന്നവരാണ്. എന്നുവെച്ചാൽ അവരുടെ പൂർവിക സ്വത്ത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ആ പൂർവിക സ്വത്തിന് നമുക്ക് അവരുടെ നന്ദിയുണ്ട്. അത് എൻ്റെ അപ്പൻ സമ്പാദിച്ചതാണ്, എൻ്റെ അപ്പൻ തന്നാണ്, എൻ്റെ അമ്മ തന്നാണ്, അല്ല എൻ്റെ വല്യപ്പൻ തന്നാണ്, ഇങ്ങനെ നമ്മൾ പറയാറുണ്ട്. അപ്പൂപ്പൻ തന്നാണ്. അപ്പോൾ നമ്മുടെ പൂർവിക സ്വത്തിനെ കുറിച്ച് നമുക്ക് സന്തോഷമുണ്ട്. അത് അപ്പൂപ്പൻ്റെ കാലത്തുള്ളതാണ്. എന്നാൽ അപ്പൂപ്പൻ ചെയ്തിട്ടുള്ള ചില തിന്മകളോ ദോഷങ്ങളോ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാനതിനകത്ത് 2 കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൂപ്പൻ ചെയ്ത ദോഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല നമ്മുടെ കടമ. അപ്പൂപ്പൻ ചെയ്ത നന്മകൾക്ക് വേണ്ടി ദൈവത്തെ സ്തുതിക്കാനും നമ്മൾ ഈശ്വരനെ സ്തുതിക്കാനും നമുക്ക് സാധിക്കണം. അപ്പം നമ്മൾ എല്ലാ ഹൈന്ദവ മതം തീർച്ചയായും മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതാണ് ബലിയിടാൻ പോകുന്നത്. മുസ്ലിം മതവും തീർച്ചയായിട്ടും മരിച്ചവരെ ഓർക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് മതങ്ങൾ, ഒരുപാട് മതങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ലോകത്തിൽ നിന്നോ മരിച്ചുപോയ എല്ലാവർക്കും അവർ മരിച്ചവരെ നമുക്ക് ഓർമ്മിക്കാം, അറ്റ്ലീസ്റ്റ് ഓർമ്മിക്കാം. ക്രിസ്തു വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇതാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഏറ്റവും ശക്തമായ അടിസ്ഥാനം. അതുകൊണ്ടാണ് മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം, മലങ്കര സഭയിലെ ബൈബിൾ, നിങ്ങൾ കുരിശ് ശ്രദ്ധിച്ചാൽ മതി. മലങ്കര സഭയിലെ കുരിശ് ഒരിക്കലും ക്രൂസിഫൈഡ് ക്രൈസ്റ്റിനെയല്ല, ക്രിസ്തു ക്രൂശിതനായി കിടക്കുന്ന കുരിശല്ല. അവിടെ ക്രിസ്തുവിൻ്റെ കുരിശിൽ ഒരു ഷോൾ മാത്രമേ ഉള്ളൂ. അതായത് ഞാൻ മറ്റു സഭയെ കുറച്ചോ കൂട്ടിയൊന്നും കാണുമല്ലോ, ഓരോരുത്തരുടെ വിശ്വാസം. അതായത് ഉദ്ധിതനായ ക്രിസ്തുവിനെ പ്രഘോഷിക്കാനവിടെ, ഉദ്ധിതനായ ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടില്ലെങ്കിൽ പ്രസംഗം വരുത്താം പൗലോസ്. അപ്പോൾ ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ക്രൈസ്തവ സഭയിലുള്ളവർ. അപ്പോൾ യേശുക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ യേശുക്രിസ്തുവിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച ഞാനും അവനോടൊപ്പം ഉയർപ്പിക്കപ്പെടും എന്ന വിശ്വാസത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെന്ന്. നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ നന്മകളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തുതി അർപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ പിതാക്കന്മാർക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ വരാം, മനുഷ്യനല്ലേ, മാലാഖയൊന്നുമല്ലല്ലോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല ദിവസമാകട്ടെ. പൂർവ്വപിതാക്കന്മാരുടെ എല്ലാം മധ്യസ്ഥ പ്രാർത്ഥന യാചിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ ചിന്ത നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജോൺസൺ കരൂർ.